ഹലോ എവ്രി വൺ, നമുക്ക് ഇന്ന് ഒരു പുതിയ സെഷനിലേക്ക് കിടക്കാം. അതായത് ഫൈൻഡിങ് ദി റൂട്ട്സ്. നമുക്കറിയാം ഒരുപാട് ചോദ്യങ്ങളാണ് ഓരോ കേരള PSC എക്സാമിനും ചോദിക്കുന്നത്. പക്ഷേ ആ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നമുക്ക് ഏതൊക്കെ ബുക്സോ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് പഠിച്ചാലാണ് നമുക്ക് ആ ആൻസേഴ്സ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു സെഗ്മെൻ്റാണ് ഫൈൻഡിങ് ദി റൂട്ട്സ്. നമുക്ക് ഇന്ന് ഡിഗ്രി ലെവൽ എക്സാം 2024 നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പൊളിറ്റി ചോദ്യങ്ങൾ, ഒരു 3-4 പൊളിറ്റി ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും, ആ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ലാത്തൊരു ചോദ്യമാണെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളതാണ് ഈ സെക്ഷൻ. നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ചോദ്യം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ 2024 ചോദിച്ച ചോദ്യമാണ്. ഇത് കോഡ് A നിന്നെടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 26th ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് 2024 ചോദിച്ച ചോദ്യമാണ്. ഇത് കോഡ് A നിന്ന് എടുത്തിട്ടുള്ള 26th ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് വെച്ച് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പം നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം. The idea of a constituent assembly was put forward for the first time by ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇത് ആദ്യമായി ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്, ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി അസംബ്ലി വാസ് 389 എന്നും പറയുന്നുണ്ട്. ആൻഡ് മഹാത്മാഗാന്ധി വാസ് എ മെമ്പർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. മഹാത്മാഗാന്ധി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പർ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. സപ്പോസ് നിങ്ങളൊരു കാൻഡിഡേറ്റ്, നിങ്ങൾക്ക് ഇതറിയില്ല, നിങ്ങൾക്ക് ഈ 2 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഐഡിയ ഇല്ല. എത്ര മെമ്പേഴ്സാണ് ഉള്ളതെന്നും മഹാത്മാഗാന്ധി പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. നിങ്ങളത് പഠിക്കാൻ വിട്ടുപോയെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ജവഹർലാൽ നെഹ്റു ആണോ ചെറിയ സംശയമുണ്ട്. ജവഹർലാൽ നെഹ്റു അല്ല. ഇപ്പം നിങ്ങൾ കേട്ടിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആദ്യമായി കൊണ്ടുവന്ന ജവഹർലാൽ നെഹ്റു അല്ല എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഓർമ്മയുണ്ടെങ്കിൽ ഈ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് റിമൂവ് ചെയ്താൽ നമുക്ക് ഓപ്ഷൻ A റിമൂവ് ചെയ്യാം, ഓപ്ഷൻ C റിമൂവ് ചെയ്യാം, ആൻഡ് ഓപ്ഷൻ Dയും റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒറ്റ ഓപ്ഷനിലേക്ക് ചെന്ന് എത്തും, ദാറ്റ് ഈസ് ഓപ്ഷൻ B അല്ലേ? സപ്പോസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമുക്കറിയാം എന്താണ്, ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് പുട്ട് ഫോർവേഡ് ബൈ ദ ഫസ്റ്റ് ടൈം ബൈ M.N. റോയ് അല്ലേ? M.N. റോയ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ആൻഡ് ഓൾസോ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി അസംബ്ലി. അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 എന്നാണെന്നുള്ളതും സത്യമായ കാര്യമാണ്, കറക്റ്റ് ആണത്. ഓക്കെ, ആൻഡ് മഹാത്മാഗാന്ധി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? മഹാത്മാഗാന്ധി പങ്കെടുത്തിട്ടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാ പേഴ്സണാലിറ്റീസും ഉണ്ടായിരുന്നു എക്സെപ്റ്റ് മഹാത്മാഗാന്ധി. ഇതാണ് ഒരു ചോദ്യം. ഇപ്പം നമുക്ക് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഓപ്ഷൻ B ആണ് പറയുന്നത്. നിങ്ങൾക്ക് 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിലും 1 മാത്രമേ അറിയാവൂ എങ്കിലും നിങ്ങൾക്ക് 2ലേക്ക് ഈ ഓപ്ഷൻ Bയിലേക്ക് എത്താൻ കഴിയും. അല്ല, നിങ്ങൾക്ക് ഉത്തരം നന്നായിട്ട് ഇടുന്ന ആളാണെങ്കിലും കറക്റ്റ് ആൻസർ എത്താൻ കഴിയും. പക്ഷെ നമുക്ക് നോക്കാം ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് ഈ ചോദ്യം. അതിൻ്റെ സോഴ്സ് നമുക്ക് നോക്കാം. സോഴ്സ് 1, ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റി ബുക്ക് ഫോർ സിവിൽ സർവീസസ്. ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്ന ഒരു കുട്ടി ഈ ബുക്ക് എല്ലാ എക്സാംസിനും പ്രയോജനപ്പെടുന്ന ഒരു ബുക്കാണ് അല്ലേ? കേരള PSC അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് PSCകൾ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഏതൊരു എക്സാം എടുത്താൽ അതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റേജിന് ഈ ഒരു ബുക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് കൃത്യമായിട്ട് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ചോദ്യത്തിന് ഉത്തരവും കിട്ടും. എങ്ങനെ ഞാൻ പറഞ്ഞു തരാം, നോക്കൂ. അതിൽ 2ാമത്തെ ചാപ്റ്റർ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതാണ് ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ആ ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പറയുന്നുണ്ട് 1934 ദ ഐഡിയ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോർ ഇന്ത്യ വാസ് പുട്ട് ഫോർവേഡ് ബൈ ദ ഫസ്റ്റ് ടൈം ബൈ M.N. റോയി. ഇവിടെ പറയുന്നുണ്ട്.
അപ്പം ആദ്യമായി ഇത് കൊണ്ടുവന്നത്, ഒരു ഐഡിയ കൊണ്ടുവന്നത് എം.എൻ. റോയ് ആണെന്നുള്ളത് കൃത്യമായും ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പറയുന്നത് എവിടെയാണ്? ഈ 1938 ജവഹർലാൽ നെഹ്റു ഓൺ ബിഹാഫ് ഓഫ് INC ഭാഗമായിട്ട് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരുന്നു നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ മസ്റ്റ് ബി ഫ്രെയിംഡ് എന്ന് അദ്ദേഹം 1938 പറഞ്ഞു. പക്ഷെ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് എം.എൻ. റോയ്. അത് ഈ ഒരു പാരഗ്രാഫിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കോമ്പോസിഷൻ അതിന് എത്ര പേരുണ്ടായിരുന്നു എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെങ്ത് പറയുന്നുണ്ട്. എന്താണ്? 389 എന്നും ഈ ബുക്കിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്, അല്ലേ? ഇപ്പൊ നിങ്ങൾ NCERT വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എം.എൻ. റോയ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ്ലി ഓപ്ഷൻ ബിയിലേക്ക് എത്താൻ കഴിയുന്നതാണ്. അല്ല, നിങ്ങൾ ലക്ഷ്മികാന്ത് വായിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഇതുവഴി കിട്ടുന്നതുമാണ്. ഓക്കെ, അപ്പോൾ 318 ആണ് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതായത് 296 സീറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. പിന്നെ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് അതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അത് ദ അസംബ്ലി ഇൻക്ലൂഡഡ് ഓൾ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി. ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഗാന്ധിജിയും ഉണ്ടായിരുന്നു, ബിക്കോസ് ഗാന്ധിജിയും ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയാണ്. പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ഉദ്യോഗാർത്ഥികളെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നൊരു ചോദ്യം കൂടെയാണ് ഇത്. അതായത് ഗാന്ധിജി പങ്കെടുത്തിട്ടില്ല. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഗാന്ധിജി എക്സെപ്ഷൻ ഓഫ് മഹാത്മാഗാന്ധി പങ്കെടുത്തിട്ടില്ല, അല്ലേ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആൻസറിലേക്ക് എത്താൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് നല്ല ഐഡിയ ഉള്ളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സുഖമായിട്ട് ഈ ഒരു ബുക്കും കൂടെ വായിച്ചിട്ടുള്ള ആളാണെങ്കിൽ സുഖമായിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് 2024 നടന്ന പ്രിലിമിനറി ഡിഗ്രി ലെവലിൻ്റെ എക്സാമിനേഷൻ ചോദ്യമാണ്. നോക്കൂ, വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇത് കൃത്യമായിട്ട് എവിടെ നിന്നാണ് ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യം ഏത് പുസ്തകത്തിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ചോദ്യം എടുത്തിട്ടുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ പഠന രീതി നമുക്കുണ്ടാകും. ഒരു ട്രാക്ക് ഇല്ലേ, നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് എന്താണ് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളുടെ വേര് തേടി പോയി കഴിഞ്ഞാൽ ഒരു വലിയ വൃക്ഷം തന്നെ നമുക്ക് എന്താണ് വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. 27ാമത്തെ ചോദ്യമാണ്. ആർട്ടിക്കിൾ 26 കുറിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ആർട്ടിക്കിൾ 26 പ്രൊവൈഡ്സ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ്സിൽ ഒന്ന് പറയുന്നത് ഇസ് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് പറയും. ഇത്രയും 3 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 26 എന്താണ്? ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. നമുക്കറിയാം ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത്? മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലാത്ത ഒരു ചോദ്യവും കേരള PSC ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അതിൽ വരുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 26. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഈ ചോദ്യത്തിൽ പറയുന്നത് എന്താണ്? ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് എന്ന് പറയുന്നത് എവിടെയൊക്കെ വരുന്നു? ഈ 3 വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് ഇതിൽ വരുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നത് 1 and 2 1ഉം 2ഉം വരുന്നുണ്ട്. ഓപ്ഷൻ ബി പറയുന്നു 3 മാത്രം വരുന്നുള്ളൂ. ഓപ്ഷൻ സി പറയുന്നു 1ഉം 3ഉം വരുന്നുണ്ട്. ഓപ്ഷൻ ഡി പറയുന്നു എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു റിലിജിയൻ, അതായത് മതപരമായ കാര്യങ്ങൾ ഉള്ള കാര്യമാണ്, മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് മതപരമായിട്ടുള്ള പ്രസ്താവന അതുമായി കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള കാര്യത്തിൽ ഇത് 3ഉം തന്നെ ആവശ്യകതമായിട്ടുള്ള കാര്യമാണ്, അല്ലേ? പബ്ലിക് ഓർഡർ, മൊറാലിറ്റി കീപ്പ് ചെയ്യണം, പിന്നെ എന്താണ് ഒരു ഹെൽത്ത് പരമായിട്ടുള്ളത്. അതൊരു കോമൺ സെൻസ്. നിങ്ങൾക്ക് ഇത് അറിയില്ല എന്നെങ്കിൽ ഒരു കോമൺ സെൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
അല്ല നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഇത് എവിടെ കാണും എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒന്ന് NCERT, 11ാം ക്ലാസ് NCERT, 11th NCERT. അതിനകത്ത് റൈറ്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ചാപ്റ്റർ ഉണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതിൽ വരുന്ന ഫ്രീഡം ഓഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പിനകത്ത് ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ദ ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് റെസ്ട്രിക്ഷൻസ് ഓൺ പ്രാക്ടീസ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻസ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് കൃത്യമായിട്ടും 11ാം ക്ലാസ്സിലെ NCERT ചാപ്റ്റർ 2 അതിനകത്ത് ഇത് വരുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സോഴ്സാണ്. രണ്ടാമത്തെ സോഴ്സ് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ സോഴ്സും എഗെയിൻ എന്താണ്, ലക്ഷ്മികാന്ത് തന്നെയാണ്. വീണ്ടും ലക്ഷ്മികാന്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് Article 26 ആർ ഓൾ സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അപ്പോൾ NCERT മാത്രം വായിച്ചിട്ട് പോകുന്നൊരു ഉദ്യോഗാർത്ഥിക്കും ലക്ഷ്മികാന്ത് മാത്രം വായിച്ചിട്ട് പോകുന്നൊരു ഉദ്യോഗാർത്ഥിക്കും ഈ ഉത്തരം കൃത്യമായി കിട്ടുന്നതാണ്. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ഓൾ ഓഫ് ദി എബോവ്, എല്ലാം മൂന്നും വരും. അത് ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ല, നിങ്ങൾക്ക് പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് അറിയാം, പക്ഷെ നിങ്ങൾ ഒന്നും വായിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർട്ടിനെ കുറിച്ച് അറിയാം, പക്ഷെ അത് ആർട്ടിനെ കുറിച്ച് അറിയാമെങ്കിൽ ഇത് വായിക്കുന്ന ഒരു നമ്മൾ ആലോചിച്ചിട്ട് നോക്കി ഇതൊക്കെ വരുമോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വരും. ഒരു കോമൺ സെൻസ് മതി. കാരണം പബ്ലിക് നമ്മുടെ റിലീജിയസ് അഫയേഴ്സ് ഒന്ന് മാനേജ് ചെയ്യാനുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ പബ്ലിക് ഓർഡറൊക്കെ വേണ്ടേ? പബ്ലിക് ഓർഡറും ഹെൽത്തും മൊറാലിറ്റിയൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ബൈലിംഗ്വൽ ആണ്. മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവും, അപ്പുറത്തെ പേജിൽ, ഇപ്പുറത്തെ പേജിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചപ്പെടുന്ന കിട്ടിയില്ല, ഇപ്പോൾ പഠിക്കുന്ന എത്ര പഠിച്ചാൽ നമുക്ക് ചില വാക്കുകളും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ മലയാളം കിട്ടില്ല, ചിലപ്പോൾ ഇംഗ്ലീഷ് വായിച്ച് ഇംഗ്ലീഷ് മനസ്സിലാവില്ല, അപ്പോൾ മലയാളം വായിച്ചാലും ചിലപ്പോൾ മലയാളം കിട്ടിയെന്ന് വരില്ല. അന്നേരം നിങ്ങൾക്ക് മാറ്റിയും തിരിച്ചും ആ ലാംഗ്വേജസ് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലും നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ ഓർ ആർട്ടിക്കിൾസ്. ഈ ഒരു സ്ലാഷ് ഇടുന്നത് ഒന്നെങ്കിൽ ഒരു ആർട്ടിക്കിൾ മാത്രമായിരിക്കാം, ഇല്ലെങ്കിൽ 2 ആർട്ടിക്കിൾസ് വരാം. ഇതെന്ന് പറയുന്നത് which has provided provisions for the protection and improvement of the environment and the safeguard of forest and wildlife. ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? എൻവയോൺമെന്റ്, പരിസരവും ഇതാണ്, വൃക്ഷങ്ങളും വൈൽഡ് ലൈഫ്, വന്യജീവി സംരക്ഷണം, എല്ലാം, കാട് എല്ലാം നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് എന്നാണ് ചോദ്യം, അല്ലേ? ഓക്കെ, ഇതിനകത്ത് 31A പറയുന്നുണ്ട്, 48A പറയുന്നുണ്ട്, 51A പറയുന്നുണ്ട്, അല്ലേ? പക്ഷെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗലിക അവകാശങ്ങൾ പഠിക്കുന്നതിന് തുല്യമായി പഠിക്കേണ്ട വേറൊരു ഭാഗമാണ് എന്ത്? ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഈ 2 എണ്ണം DPSPയിൽ വരുന്നതാണ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരുന്നതാണ്. എന്നാൽ ഇത് വരുന്നതോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. സപ്പോസ് നിങ്ങൾ ഈ ആർട്ടിക്കിൾസ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാളാണ്, അതായത് നിങ്ങൾക്ക് ഒരു ഇതും ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഈ ഒരു 3 ഓപ്ഷൻസ് അല്ലെങ്കിൽ 3 ആർട്ടിക്കിൾസ് നമുക്കൊന്ന് നോക്കാം, അല്ലേ? 3 ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇവിടെ ഈ 31A, 48A, 51A 3 എണ്ണം ഉണ്ട്. ഇതിനകത്ത് നമുക്കറിയാം ഈ 31A ഈ ആൽഫബറ്റ് ഒപ്പം ഒരു ആർട്ടിക്കിളിനൊപ്പം വന്നാൽ അത് എന്താണ്? ഒരു ഭേദഗതി സംഭവിച്ച ഒരു ആർട്ടിക്കിളിലാണ് നമുക്ക് ആൽഫബറ്റ് കൂടി വരുന്നത്, അല്ലേ? അതായത് ക്യാപിറ്റൽ ലെറ്റർ വരുന്നത്. സോ ഈ 31 നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 31 നിങ്ങൾക്കറിയാം നമ്മുടെ എവിടെയാണ് വരുന്നത്? സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, അല്ലേ? DPSPയിൽ അതിൽ വരുന്നതാണ്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൽ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ഒക്കെ വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നമുക്ക് സംശയം തോന്നും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 31 എടുത്താൽ നമുക്ക് ഈ 31 ഇല്ലാത്തത് എയും ഡിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളയാൻ പറ്റും, അല്ലേ? 1 ഇല്ലാത്തത്, അപ്പം ഈ സിയും ബിയും വരും. അതിനകത്ത് 3യും കോമൺ ആയതുകൊണ്ട് 3 ഉറപ്പായിട്ടുണ്ടെന്ന് മനസ്സിലായത്. 51A ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ 48A നമുക്ക് സംശയം വരുന്നത്. 48A എവിടെയൊക്കെ വരാം? ഒന്നെങ്കിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ വരാം, അല്ലെങ്കിൽ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസിനകത്ത് വരാം, അല്ലേ?
അപ്പോൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. 40 അല്ലേ, 40, 43, 43B, അത് കഴിഞ്ഞ് 46, 47, 40 അങ്ങനെ വരുന്ന കഥയാണ്. അപ്പോൾ നമുക്ക് സംശയം വരത്തില്ല. 48A വരുന്നത് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ആര് വരുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ സേഫ് ഗാർഡിങ് വരുന്നത്. അപ്പോൾ നമുക്ക് 48Aയും ഉണ്ടെന്ന് മനസ്സിലാവും അല്ലേ. ഞാൻ ഈ പറഞ്ഞതൊരു എലിമിനേഷൻ വഴിയാണ്. എങ്ങനെയൊക്കെ നമുക്ക് ഉത്തരത്തിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളൊരു എലിമിനേഷൻ ടെക്നിക്കാണ് കേട്ടോ. പക്ഷെ എന്താണ്, നമുക്ക് സപ്പോസ് നിങ്ങൾക്കിത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങനെയും പോകാം. അതുമല്ല, ഇല്ലാതെ ഇത് എങ്ങനെയായി ചോദ്യത്തിന് ഉത്തരം വന്നെന്ന് നമുക്ക് അറിയണ്ടേ. ഇതും നമുക്ക് രണ്ടും, ഇത് നമ്മൾ NCERT നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിളിന്റെ നമ്പർ ഒന്നും കൃത്യമായി കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് ലക്ഷ്മികാന്ത്, ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിനകത്ത് ഇത് വന്നിട്ട് DPSP, ഇത് വന്നിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇത് 51A ആണ്. അപ്പം ഇത് രണ്ടിലും പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് 48Aയിൽ മാത്രമാണ്. പക്ഷെ PSC കീ അനുസരിച്ചിട്ട് ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. 51Aയും 48A എടുത്തിട്ടുണ്ട്. കാരണം ഈ ഓപ്ഷനിൽ only 2 ഇല്ല. ഇപ്പോൾ only 2 ആണ്, നമുക്ക് ഇത് മാത്രം എടുത്താൽ വെക്കാം, അതാണ് കറക്റ്റ് കുറിച്ച് വരുന്നത്. പക്ഷെ only 2 മാത്രം 3യും കൂടെ അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് പോയേ പറ്റുള്ളൂ. ഇപ്പം സപ്പോസ് ഈ only 3ക്ക് പകരം only 2 എന്ന് മാത്രമായിരുന്നു, നമുക്ക് അത് എടുക്കാം. കാരണം കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ട് വരുന്നത്, വളരെ കൃത്യമായിട്ട് വരുന്ന ഉത്തരം 48A മാത്രമാണ്. പക്ഷേ കേരള PSCയുടെ കീ അനുസരിച്ചിട്ട് ബി എടുക്കുന്നത് കാരണം 3യും കൂടെ എൻവയോൺമെന്റിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറയുന്നത് എവിടെയാണ്? 48Aയിൽ മാത്രമാണ്. മനസ്സിലായോ? പക്ഷെ നമുക്ക് only 2 എടുക്കാൻ പറ്റില്ല, കാരണം അതിനൊപ്പം 3യും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓപ്ഷൻ എടുക്കാം അല്ലേ. കേരള PSC കീ നമുക്ക് ഇടുന്ന അനുസരിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെയല്ലേ നമുക്ക് സർവീസിലും കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പ്രശ്നമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പം ഇതാണ് എൻ്റെ സോഴ്സ് വരുന്നത്, ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റി. അവസാനത്തെ ചോദ്യമാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം. വാട്ട് ഈസ് ഓർ ആർ ദ മേജർ ചേഞ്ചസ് ഓർ ചേഞ്ച് മെയ്ഡ് ത്രൂ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്? അപ്പോൾ ഞാൻ പറയട്ടെ, ഈ 106ാമത്തെ അമെൻമെന്റ് ഇതിപ്പോൾ നമുക്ക് ഒരിടത്തൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഇത് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. നിങ്ങൾക്കിത് കിട്ടുന്നില്ല എങ്കിൽ നമുക്കിത് നോക്കാം. അതായത് ഈ അമെൻഡഡ് ആർട്ടിക്കിൾ 239AA, ഇൻസേർഷൻ ഓഫ് ആർട്ടിക്കിൾ 338A, 332A അല്ലേ, ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കറിയാം, ഇത് റീസൺലി വന്ന അമെൻമെന്റ്സ് ആണ്. ഈ സെപ്പറേറ്റ് റിസർവേഷൻ ഫോർ OBC വുമൻ ഇതിലല്ല കൃത്യമായിട്ട് പറയുന്നത് അല്ലേ, 106ാമത്തേലല്ല കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഇപ്പോൾ അമെൻമെന്റ് ഓഫ് ആർട്ടിക്കിൾ 239AA ആൻഡ് ദ 106 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 2023 ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? 239AA include provisions for reserving 1/3 of seats for women in legislative assembly of the national capital territory of Delhi. ഡൽഹിയിലാണ് പറയുന്നത്. കാരണം 239A എന്നൊക്കെ പറഞ്ഞത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള നമ്മളെ യൂണിയൻ ടെറിട്ടറീസിൽ വരുന്ന കാര്യമാണ്. നമ്മുടെ യൂണിയൻ ടെറിട്ടറീസിൽ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം ഇൻസേർഷൻ ഓഫ് ആർട്ടിക്കിൾ 330Aയും 332Aയും അതും എന്താണ്? ഈ അമെൻമെന്റ് വഴി വന്നതാണ്. ഇത് കൃത്യമായി പറയുന്നുണ്ട്, 106ാമത്തെ അമെൻമെന്റ് എന്താണ്? ഈ OBC വുമന് പ്രത്യേകം പറയുന്നില്ല. അവർ പറഞ്ഞിരിക്കുന്നത് വുമൻ ഇൻ ജനറൽ ആണ് അല്ലേ. ഇതിനകത്ത് നമുക്ക് ഈ OBC വുമനെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് സെപ്പറേറ്റ് റിസർവേഷൻ. അങ്ങനെ ഒരു അമെൻമെന്റ് ഇല്ല. അവർ പറഞ്ഞിരിക്കുന്ന വുമൻ ജനറലി എന്താണ്, നമ്മൾ റിസർവേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഇപ്പം അത് SC ST ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ് പറയുന്നത്, OBC എന്ന് എടുത്ത് പറയുന്നില്ല. അതൊരു കോമൺ സെൻസ്. കാരണം നമുക്കൊരു ചോദ്യത്തിനകത്ത് ഒരു കാര്യം എടുത്ത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം സെൻറ്റൻസ്, അല്ലെങ്കിൽ ചില ചോദ്യങ്ങളുണ്ടാവും ഒള്ളി, ഓൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എക്സ്ട്രീം സെൻറ്റൻസ് ഉണ്ടാവും. അതെന്താണ്? അതൊരു 95% അത് തെറ്റായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ്.
അപ്പോൾ ഈ OBC ഒരു എടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണ്, അത് തെറ്റാണത് അല്ലേ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ നമുക്ക് C കളയാം ആൻഡ് D കളയാം, പിന്നെ വരുന്ന only 2 only 1 മാത്രമേ വരത്തുള്ളൂ. സോറി, ഇല്ല ഇത് പോകത്തില്ലല്ലോ, കാരണം ഇതിനകത്ത് നമുക്ക് ഓൾ ഓഫ് ദി എബോ നമുക്ക് എന്തായാലും പോകുമെന്ന് ഉറപ്പാണ്, കാരണം 3 ഇല്ല. പിന്നെ വരുന്നത് 1ഉം 2ഉം 1 and 2ഉം. പിന്നെ നമുക്കൊരു കോമൺ സെൻസ് അനുസരിച്ച് വേണമെങ്കിൽ ഞാൻ പറയും, ഇപ്പം നിങ്ങൾ ആലോചിക്കും മിസ് എല്ലാം കോമൺ സെൻസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമ്മളിന്ന് വായിച്ച് നോക്കിയാൽ എത്താവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ 1ഉം 2ഉം 1 only 1 only 2 only 1 and 2 ഉണ്ട്. പക്ഷെ നമുക്ക് 1 and 2ലേക്ക് എത്താൻ കഴിയും. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് അല്ലേ, ഏതൊരു ഉദ്യോഗാർത്ഥിയും കറണ്ട് അഫയേഴ്സ് പഠിക്കാണ്ട് കേരള PSC എഴുതാൻ പോവില്ല. എന്നാലും ഇൻ കേസ് നിങ്ങൾ പഠിക്കാൻ വിട്ടുപോയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഉത്തരത്തിൻ്റെ മാർക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ എങ്ങനെയാ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ സെപ്പറേറ്റ് റിസർവേഷൻ ഫോർ OBC എടുത്ത് പറഞ്ഞാൽ നമുക്ക് ആ 3 കളഞ്ഞ് നമുക്ക് ഒരു ഓപ്ഷൻ പോയി കിട്ടിയല്ലോ, ഇനി 3 അല്ലേ ഉള്ളൂ, അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ അമെൻമെൻറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് പോകുന്നത് തന്നെയായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ നമ്മൾ എല്ലാ ചോദ്യത്തിൻ്റെയും വേരുകൾ നമ്മൾ തേടിക്കഴിഞ്ഞിരിക്കുന്നു. സോ ഫൈൻഡിങ് ദ റൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇതിൻ്റെ ചോദ്യങ്ങളും ഇവിടെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കിട്ടുന്നതാണ്. നമുക്ക് ഇതേപോലെ തന്നെ ഇനിയും അങ്ങോട്ട് ഒട്ടനവധി സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇനിയും ഒട്ടനവധി സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഫൈൻഡിങ് ദ റൂട്ട്സിൻ്റെ പല സെഷൻസ്, പല സബ്ജക്ട്സിൻ്റെ PYQ, നമുക്ക് പല എക്സാംസിൻ്റെ PYQ എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുവഴി ഇപ്പോൾ എഴുതാൻ പോകുന്ന, ഇപ്പോൾ മെയ് 24-നും ജൂൺ 28-നും എഴുതാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുന്ന ഏതൊരു വിദ്യാർത്ഥിനികൾക്കും ഈ ഒരു ഫൈൻഡിങ് ദ റൂട്ട്സ് എന്ന സെഗ്മെൻറ്റ് വളരെ ഉപയോഗപ്രദമാകും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഏതൊരു പരീക്ഷയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതിനുള്ള ഓരോ ചോദ്യങ്ങളും എവിടെ നിന്ന് വരുന്നു, അത് എങ്ങനെ പഠിക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഉദ്യോഗാർത്ഥിയും താൻ ആഗ്രഹിക്കുന്ന ഒരു സർവീസിൽ ഉറപ്പായിട്ട് കയറിയിരിക്കുമെന്നുള്ളതിന് സംശയമേ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫൈൻഡിങ് ദ റൂട്ട്സിൻ്റെ അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം പോലെ നിങ്ങളെല്ലാവരും സർവീസ് കയറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.